അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിവിധ മാധ്യമങ്ങളിൽ കൂടി എല്ലാം അറിഞ്ഞതും നമ്മൾ വിചാരിച്ചിരുന്നതും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കോട്ടയം സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കുന്നയാളെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു. എന്താണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാതെ പകരം ഒരു BJP-കാരനായ ആളെ 8 വർഷം MP ആയ ഒരാളെ തഴഞ്ഞ് 7 വർഷം ഒരു MP ആയ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ളതായ സാഹചര്യം? നമുക്ക് സത്യത്തിൽ അഭിമാനമുണ്ട്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ലെങ്കിലും ഈ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാലം MP ആയിട്ടിരിക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. ആ റെക്കോർഡൊന്നും മോദി വിചാരിച്ചാൽ തകരുന്നതല്ല. അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാഞ്ഞത് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നത് അദ്ദേഹം ഒരു താഴ്ന്ന സമുദായക്കാരനായതുകൊണ്ടാണ്. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായെങ്കിലും സവർണ മേധാവിത്വം തുടരുന്ന ഒരു സവർണ മേധാവിത്വം ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതാണ് സത്യം. ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലുള്ള സീറ്റുകളും ഒന്നും കിട്ടിയിട്ടില്ല. ഇതേത് സമയത്തും ഞങ്ങൾക്ക് മറിച്ചിടാൻ ഒക്കുന്നതേ ഉള്ളൂ. ഇത് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കോട്ടയം സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. അർത്ഥകായ പ്രതിമയ്ക്ക് സമീപത്തായി നമ്മളൊരു പ്രതിഷേധ ചടങ്ങ് വൈകുന്നേരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീ കണ്ണാട്ട് രവി അദ്ദേഹം ഇവിടെ വിവരിക്കുകയുണ്ടായി. നമുക്കറിയാം, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 8 പ്രാവശ്യം ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ എത്തിച്ചേർന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പ്രായം കൊണ്ട് അദ്ദേഹം മറ്റ് MP-മാർക്കാൾ പുറകിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ 8 പ്രാവശ്യത്തെ MP സ്ഥാനം വെച്ച് നോക്കുമ്പോൾ പാർലമെന്റിലെ ഏറ്റവും സീനിയർ അംഗമായ, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രതിപക്ഷത്തെ ഏറ്റവും കരുത്തനായ നേതാവ് കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിക്കേണ്ട പ്രോടൈം സ്പീക്കർ സ്ഥാനം അത് അട്ടിമറിച്ചുകൊണ്ട് ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാർ അവരുടെ പാർട്ടിയിൽപ്പെട്ട, ഈ അടുത്ത കാലത്ത് അവരുടെ പാർട്ടിയിൽ ചേർന്ന 7 തവണ കൊടിക്കുന്നിൽ സുരേഷിനേക്കാൾ 1 തവണ കുറഞ്ഞ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഭർത്തൃഹരി മെഹ്താബ് എന്ന് പറയുന്ന ഒറീസയിൽ നിന്നുള്ള ഒരു MP-യെയാണ് അവർ പ്രോടൈം സ്പീക്കറായി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്നതാണ്, കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി 8 വർഷം ജയിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ TV-യിലും പത്രങ്ങളിലും കണ്ടതാണ്. പാർലമെന്റിന്റെ ചട്ടപ്രകാരം സീനിയർ MP ആകണമെങ്കിൽ തുടർച്ചയായി ജയിക്കണമെന്നില്ല. ജയിച്ചു ചെല്ലുന്ന കാലയളവാണ് അതിൽ നിയമപരമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം വരെ, ഏതാണ്ട് 17ാം ലോക്സഭയുടെ കാലം വരെ ബിജു ജനതാദൾ, ഒറീസയിൽ നിന്നുള്ള ബിജു ജനതാദൾ എന്ന പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി ലോക്സഭയിൽ BJP-ക്കെതിരെയും അതേപോലെ തന്നെ കോൺഗ്രസിനെതിരെയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഭർത്തൃലാൽ ഹരിലാൽ മെഹ്താബ് എന്ന് പറയുന്ന ഈ MP-യാണ് BJP. അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി BJP-യിൽ ചേരുകയും അദ്ദേഹത്തെ ഒറീസയിൽ നിന്നും MP-യായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BJP ആകെ അങ്കലാപ്പിലാണ്. അവരെന്താണ്, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം, ഇന്ത്യയും ഒട്ട് എല്ലാ സ്ഥലത്തും അദ്ദേഹം പ്രസംഗിച്ച് നടന്നത് 400 സീറ്റ് നേടി BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിനിധിയായി ഇവിടെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്, നമുക്കറിയാം മാവേലിക്കര, അടൂർ മാറി മാവേലിക്കര, കൊടിക്കുന്നിൽ സുരേഷ് ഒരിക്കലും മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ദേശാടന കിളികളെ പോലെ ഓടി നടന്ന് ജയിച്ച് പാർലമെന്റിൽ പോയ ആളല്ല. ഒരേ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് 10 തവണ മത്സരിച്ച് അതിൽ 8 തവണ ജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ റെക്കോർഡാണ്.
ലോക്സഭയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന വിജയമാണ് മാവേലിക്കരയിലെ ജനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്രാവശ്യം നൽകിയത്. അത് നമ്മൾ മറക്കരുത്. അത്തരം ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നടപടി എന്നുള്ളത് കൊണ്ടാണ് കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന്റെ തട്ടകമായ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന പ്രദേശം എന്നുള്ള നിലയിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലം എന്നുള്ള നിലയിൽ കൊട്ടാരക്കരയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ നടത്താൻ തയ്യാറായത് എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പിന്തുണയ്ക്കുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഒരു MP എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അവരാലോചിക്കുന്നത്. ഈ സവർണ ചിന്താഗതത്വം ഇപ്പോൾ ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നമ്മൾ ഈ സമരം നടത്തുന്ന പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉച്ച നീചത്വത്തിനെതിരെ ലോകത്തെ ഏറ്റവും കൂടുതൽ പോരാടിയ നേതാവാണ് ശ്രീ ഗാന്ധിജി. ആ ഉച്ച നീചത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കറാക്കാതെ ഒഴിച്ചു നിർത്തിയത് എന്നുള്ള കാര്യം പരമാർത്ഥമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ സമരം, ഇതിനുള്ള പ്രതിഷേധം ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെല്ലാം അലയൊടിക്കും. അത് മാത്രമല്ല, പ്രോട്ടേം സ്പീക്കർ ആക്കിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ 7 വർഷം മാത്രം സീനിയോറിറ്റിയുള്ള പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള 5 അംഗ സമിതിയിൽ ഒരംഗമാക്കി അദ്ദേഹത്തെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് ഇപ്രാവശ്യം മാത്രമല്ല, 2019-ലും അന്നും ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് മേനകാ ഗാന്ധിയും ശ്രീ കൊടിക്കുന്നിൽ സുരേഷുമായിരുന്നു. അന്ന് മേനകാ ഗാന്ധി തനിക്ക് പ്രോട്ടേം സ്പീക്കർ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ശ്രീ കൊടിക്കുന്നിൽ പിന്നെ വരുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. എന്നിട്ടും അദ്ദേഹത്തെ 2019-ലും ഒഴിവാക്കി. അപ്പോൾ ഒരു തരത്തിലും കൊടിക്കുന്നിൽ സുരേഷിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ BJPക്ക് പേടിയാണ്. महात्मा गांधी की जय, बाबा साहिब अम्बेडकर की जवाहरलाल नेहरू की जय. അദ്ദേഹം 8 പ്രാവശ്യം ജയിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹവും അവരുടെ പിന്തുണയും വോട്ടുമൊക്കെ ലഭിച്ചത് കൊണ്ടാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ദളിത് മുഖം, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വളർന്ന് അക്ഷീണം പരിശ്രമിച്ച് കഠിനാധ്വാനം കൊണ്ട് ജനങ്ങളുടെ സേവിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ഇത്തരമൊരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ അവഗണിച്ചുള്ള പ്രതിഷേധമാണ് കൊട്ടാരക്കരക്കാർ രേഖപ്പെടുത്തുന്നത്. 89 മുതൽ ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിലൊരു ഏതൊരു മനുഷ്യനും അറിയപ്പെടുന്ന, ആർക്കും സമീപിക്കാവുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ അവഗണിച്ചവരുടെ ദുഃഖമാണ് പ്രതിഷേധമായി ഈ തൃക്കണമംഗൽ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. MLA കൂടി അറിയണം. ഈ തൃക്കണമംഗൽ അമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്നത് 87 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാത്മജി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി നടന്ന് ആദ്യം തൊട്ടപ്പുറത്തൊരു ജംഗ്ഷനുണ്ട് ഗാന്ധിമുക്ക്, അവിടെ ഒരു ഭവനത്തിൽ കയറി വിശ്രമത്തിന് ശേഷമാണ് ഈ കൊട്ടാരക്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തി. ആ ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്രം എല്ലാവർക്കും വേണ്ടി, പട്ടികജാതിക്കാരുൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്ത ഒരു ചരിത്രമുള്ള ഒരു പ്രദേശമാണ്. ഈ മഹാത്മജിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് ഈ കൊട്ടാരക്കര തൃക്കണമംഗൽ പ്രദേശം. അതിന്റെ സൂചകമായി മഹാത്മജിയുടെ പ്രതിമയും ഇവിടെ കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുണ്ട്. 2007 ശ്രീ രമേശ് ചെന്നിത്തലയാണ് അത് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത്. കേരളത്തിലെ നിയമസഭയിൽ ശ്രീ PC വിശ്വനാഥിന്റെ ശബ്ദം അത് കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗമാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ശ്രമിച്ചത്. വളരെ സന്തോഷമുണ്ട്. കുണ്ടറയുടെ MLA ആയി അദ്ദേഹം തുടരട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കൊട്ടാരക്കരക്കാർ എന്നും ജന്മനാടിന്റെ എല്ലാവിധ പിന്തുണയും സ്നേഹവുമുണ്ട്. എപ്പോ കൊട്ടാരക്കര വിളിച്ചാലും ഏത് തിരക്കിന്റെ ഇടയിലും കൊട്ടാരക്കരയിൽ എത്താൻ
അദ്ദേഹം മനസ്സ് കാണിക്കാറുണ്ട്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എങ്കിലും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ അദ്ദേഹത്തോടുള്ള അവഹേളനത്തിലെ ഇത്തരമൊരു പ്രതിഷേധപരമായ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ മനുഷ്യരുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധി അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെതിരായിട്ടാണ് ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പരിപാടികളും ക്രമീകരിച്ച് ഞാൻ ഈ സമയത്ത് എത്തിക്കൊള്ളാം എന്ന് ബ്ലോക്ക് പ്രസിഡന്റിന്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ ഉറപ്പ് കൊടുക്കുകയുണ്ടായി. അവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് പ്രവർത്തിക്കുന്നത് കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. റൂൾസും പ്രൊസീജിയറും ഉണ്ട് പാർലമെന്റിനും നിയമസഭയ്ക്കുമെല്ലാം. പക്ഷെ റൂൾസും പ്രൊസീജിയറിനെയും പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രീസിഡൻസ്. ആ കീഴ്വഴക്കങ്ങളുടെ നഗ്നമായ ലംഘനമാണ് 8 തവണ MP ആയ സീനിയർ മോസ്റ്റ് ആയ ഒരാൾ ഉള്ളപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് അതിനേക്കാൾ കുറച്ച് തവണ MP ആയ ഭരണ കക്ഷിയിൽപ്പെട്ട ഒരാൾക്ക് ആ ചുമതല കൊടുക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. നമ്മള് കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ നോക്കൂ, ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാനമന്ത്രി ആയ സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ പദവി ലഭിക്കാൻ ആവശ്യമായ അംഗബലം അന്ന് CPM ഉണ്ടായിരുന്നില്ല. CPM അല്ല, അന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ, CPI ആണ്, വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CPIക്ക് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആകാനുള്ള അംഗബലം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് CPIയുടെ നേതാവായ AK ഗോപാലനെ, AKGയെ ഔദ്യോഗികമായി അംഗീകാരമുള്ള പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ച് ആ ചുമതല ഏൽപ്പിച്ച ഒരു പാർലമെന്ററി പ്രാക്ടീസ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ അതിനും ശേഷമുള്ള ഗവൺമെന്റുകൾ എല്ലാ കാലത്തും, ഇപ്പോൾ കേരള നിയമസഭയിൽ ഞങ്ങളിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു, ഞാൻ MLA ആയി ഇപ്പോൾ ഇത്തവണ 3ാമത് സത്യപ്രതിജ്ഞ ചെയ്തു. ആ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും സീനിയറായ ആളുടെ മുമ്പാകെയാണ് ഞങ്ങളെല്ലാം നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. പിണറായി വിജയനും അങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, എല്ലാവരും അങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ആ കീഴ്വഴക്കങ്ങളെ ലംഘിക്കുന്നു. അപ്പൊ ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. 2 കാര്യങ്ങളാണ് ഇവിടെ നേരത്തെ അധ്യക്ഷൻ അത് ലഘുവായി ഒന്ന് പറഞ്ഞു കടന്നുപോയത്. ഒന്ന്, BJP പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിന് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാള് അദ്ദേഹത്തിന്റെ മുൻപാകെ അവരുടെ നേതാക്കന്മാർക്ക്, അവരുടെ പ്രധാനമന്ത്രിക്ക്, അവരുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇപ്പോഴും ഈ കാലത്തും അവരുടെ പ്രത്യയശാസ്ത്രം അവരെ അതിന് അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ നിന്ന് മഹാത്മാഗാന്ധിക്കും ബാബാ സാഹിബ് അംബേദ്കറിനും മുദ്രാവാക്യം വിളിച്ചത്. ഗാന്ധിജിയും മഹാനായ അംബേദ്കറും എന്തിനു വേണ്ടിയിട്ടാണ് പോരാട്ടം നടത്തിയത്? ആ സാമൂഹിക വിപത്ത് ഇപ്പോഴും ഭരിക്കുന്ന പാർട്ടിയെ നയിക്കുന്നു എന്നതാണ് ഈ തീരുമാനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം ദാരിദ്ര്യത്തോട്, പട്ടിണിയോട് എതിരിട്ട് പോരാടിയാണ് ആദ്യം വിജയിച്ചത്. തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വലിയ ജീവിത സമരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തി വിജയിക്കുന്നതിന് മുൻപ്. അത്തരം സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന ഒരാൾ ദാരിദ്ര്യത്തോട്, പട്ടിണിയോട്, അവഗണനയോട് എല്ലാം എതിർത്ത് അതിനെയെല്ലാം പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരാൾക്ക് 8 തവണ വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ വന്ന ഒരാളെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പ്രോടൈം സ്പീക്കർ ആക്കിയിരുന്നെങ്കിൽ ആ പാർലമെന്റിന്റെ അന്തസ്സ് ഉയർന്നേനെ, അത് വർദ്ധിച്ചേനെ. ആ സാഹചര്യത്തെയുമാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇല്ലാതാക്കിയത്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നമുക്കും എല്ലാം ആശ്വസിക്കാം, ഈ ഏകാധിപത്യം ഒന്നും ഒരുപാട് കാലം നിൽക്കാൻ പോണില്ല. ഉത്തര കർണാടകയിലെ BJPയുടെ MP ആയിരുന്ന അനന്തകുമാർ ഹെഗഡെ, ഇത്തവണ അദ്ദേഹം മത്സരിച്ചില്ല.
കഴിഞ്ഞ തവണത്തെ MP ആയിരുന്ന അനന്ത്കുമാർ ഹെഗ്ഡെ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വിവാദമായ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് വെറുതെ ജയിച്ചാൽ മാത്രം പോരാ, 400 സീറ്റിൽ ജയിക്കണം. അതിനു മുമ്പ് മോദി പറയുന്നുണ്ടായിരുന്നു 400 സീറ്റ്. പക്ഷേ അനന്ത്കുമാർ ഹെഗ്ഡെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തവണ 400 സീറ്റിൽ ജയിക്കണം. 400 സീറ്റിൽ ഞങ്ങൾ ജയിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. നരേന്ദ്രമോദി കണ്ടില്ലേ, അവിടെ പോയി ഭരണഘടനയുടെ മുമ്പിൽ കുമ്പിട്ടു നമസ്കരിച്ചു. ഇഷ്ടത്തോടെ അല്ല, കാരണം ഭരണഘടന മാറ്റാൻ വന്നവർ ഭരണഘടനയെ കുമ്പിടുന്നത് ഇഷ്ടത്തോടെ അല്ലല്ലോ. പക്ഷെ അതിനവർ നിർബന്ധിതരാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നു. ഒരു സംശയവുമില്ല, ഈ സർക്കാർ 5 വർഷം തികക്കില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് 5 വർഷം കാത്തിരിക്കേണ്ടതില്ല എന്ന് ഞാൻ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ ഈ തൃക്കണ്ണമംഗൽ നിന്ന് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഗാന്ധിജി വന്ന് ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രവേശനം അനുവദിച്ച ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ്. ഇപ്പോഴും ഗാന്ധിജിയും മഹാനായ അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ എന്തിനെതിരെയാണോ പോരാടിയത്, ആ സാമൂഹ്യ അനീതി ഈ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു, ഭരിക്കുന്നവരിൽ പോലും. അതിനായിട്ടുള്ള പോരാട്ടം നമ്മൾ അവസാനിക്കാൻ ആയിട്ടില്ല, അത് തുടരേണ്ടതാണ് എന്ന് തിരിച്ചറിവ് നൽകുന്നതാണ് ഈ തീരുമാനം. അതുകൊണ്ട് അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പ്രതിഷേധിക്കാൻ നിർബന്ധിതനായി. ഇവിടെയും വ്യത്യാസമൊന്നുമില്ല പ്രതിഷേധിച്ചെങ്കിലും. നമ്മുടെ കെ രാധാകൃഷ്ണൻ മന്ത്രി, അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു, പകരം OR കേളുവിനെ മന്ത്രിയാക്കി. എന്നിട്ട് എന്താ ചെയ്തത്? രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത പാർലമെന്ററി കാര്യമെടുത്ത് MP രാജേഷിനും രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം വകുപ്പെടുത്ത് വാസവനും കൊടുത്തു. OR കേളുവിനോട് പറഞ്ഞു പട്ടികജാതി പട്ടികവർഗം മാത്രം മതി. എന്തേ ഒരു പട്ടികവർഗക്കാരൻ ദേവസ്വം മന്ത്രിയായാൽ കുഴപ്പം? പട്ടികവർഗക്കാരനായ OR കേളു ദേവസ്വം മന്ത്രിയായാൽ എന്താണ് കുഴപ്പം? പിന്നെ എന്ത് നവോത്ഥാനത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അത്രമേൽ വലുതായത് കൊണ്ടാണ് മുഖ്യമന്ത്രി പോലും അത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. കേരളത്തിന്റെ, രാജ്യത്തിന്റെ പൊതുവികാരമാണ്. ആ പ്രതിഷേധം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ സായാഹ്നം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.